മാഹി ശ്രീനാരായണ ബി.എഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ജനശബ്ദം മാഹിയുടെ ആഭിമുഖ്യത്തിൽ മയ്യഴി അംഗം 2026 സ്ഥാനാർത്ഥികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. മാഹി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്, പള്ളൂർ ആശുപത്രി കെട്ടിട സമുച്ചയം, തുറമുഖം, ഇൻഡോർ സ്റ്റേഡിയം, പുഴയോര നടപ്പാത എന്നിവയുടെ പൂർത്തീകരണം തുടങ്ങിയ വൻകിട പദ്ധതികളുടെ പൂർത്തീകരണം എന്നിവ തന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനങ്ങളായിരുന്നുവെന്നും അവയെല്ലാം MLA എന്ന നിലയിൽ നടപ്പിലാക്കാനായെന്നും രമേശ് പറമ്പത്ത് പറഞ്ഞു. നിരവധി ആളുകൾ നമുക്കറിയാം, കോഴിക്കോടിന്റെ അപ്പുറത്തുനിന്ന് ഒരാൾ മാഹിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ 2 ദിവസം മാഹി വന്ന് സന്ദർശിക്കാനുള്ള സന്ദർഭം ഉണ്ടാവണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നമ്മുടെ വലിയ പ്രൊജക്ടുകളാണ് 3 പ്രൊജക്ടുകൾ. അത് മത്സരാജ്യം കൊണ്ടുവന്ന പ്രൊജക്ടുകളാണ്. ഒന്ന് പുഴയോര നടപ്പാത, രണ്ടാമത്തേത് നമ്മുടെ ഹാർബർ, മൂന്നാമത്തേത് നമ്മുടെ ഈ ട്രോമാകെയർ ഹോസ്പിറ്റൽ. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഈ 4 വർഷം, ഈ 5 വർഷം ജനപ്രതിനിധി എന്ന നിലയിൽ പുഴയോര നടപ്പാതയുടെ പിന്നാലെ പോവുകയും ആ പുഴയോര നടപ്പാതയുടെ 1ാം ഘട്ടവും 3ാം ഘട്ടത്തിന്റെയും നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ മുടങ്ങിക്കിടന്ന 2ാം ഫേസിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായി സാധിച്ചു. അതിന്റെ ടെൻഡറിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാനും അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 16 വർഷമായി നടക്കാത്ത മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിക്കിട്ടാൻ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ചിട്ടുണ്ടെന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം പരിഗണന തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്തിക്കിട്ടാനായിരിക്കുമെന്നും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി അശോക് കുമാർ പറഞ്ഞു. മയ്യഴിയിൽ നിന്നും കോടികളുടെ വരുമാനം പുതുച്ചേരി സർക്കാർ ഖജനാവിൽ എത്തുന്നുണ്ടെങ്കിലും പുതുച്ചേരി സർക്കാർ ദശകങ്ങളായി മയ്യഴിയെ അവഗണിക്കുകയാണ്. മാഹിയിൽ ബസ് സ്റ്റാൻഡ് കം ഗ്രൗണ്ട് നിർമ്മിക്കുമെന്നും മയ്യഴിയിലെ പ്രധാന റോഡുകളായ കല്ലായി പന്തക്കൽ റോഡും പാറാൽ ചുക്ലി റോഡും വികസിപ്പിക്കുമെന്നും മാഹിയെ ലക്ഷദ്വീപുമായി ബന്ധപ്പെടുത്താനും ഇന്ത്യയിലേക്കുള്ള ദ്വീപിന്റെ കപ്പൽ വഴിയുള്ള പ്രവേശനമുഖം മയ്യഴിയാക്കി മാറ്റാനുള്ള സമ്മർദ്ദം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നടത്തും. ഏകീകരിച്ച വിദ്യാഭ്യാസ സിലബസ് സംസ്ഥാനത്ത് നടപ്പിലാക്കാനും പുതിയ തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കും. എടുത്തുകാട്ടാൻ പറ്റിയ വികസനമൊന്നും കാഴ്ചവെക്കാൻ MLAയ്ക്കായിട്ടില്ലെന്നും സ്വതന്ത്രനായി മത്സരിക്കുന്ന താൻ ജയിച്ചാലും സ്വതന്ത്ര നിലപാട് തന്നെ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന പ്രശ്നം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമില്ല എന്നുള്ളതാണ്. അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ മാഹിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ നമ്മുടെ മാനിഫെസ്റ്റോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം മാഹിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. മയ്യഴിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയാണ് മാഹി മുനിസിപ്പാലിറ്റി. അതുപോലെ കഴിഞ്ഞ 50-60 വർഷത്തിനിടയിൽ മാഹിയിലെ ഒരു റോഡ് മാത്രമാണ് വീതി വർദ്ധിപ്പിച്ചത്. അത് രാമചന്ദ്രൻ മാസ്റ്റർ MLA ആയ കാലഘട്ടത്തിലാണ് മാഹി മറ്റക്കൽ റോഡ്. എന്നാൽ ഇവയൊക്കെ മാഹിയിൽ സമയബന്ധിതമായി നടപ്പിലാക്കാനായത് പുതുച്ചേരിയിലെ NDA സർക്കാരിന്റെ മാഹിയോടുള്ള താൽപര്യം കൊണ്ടും മലയാളിയായ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രത്യേക താൽപര്യത്താലുമാണെന്ന് NDA സ്ഥാനാർത്ഥി അങ്കവളപ്പിൽ ദിനേശൻ അവകാശപ്പെട്ടു. ഭരണ തുടർച്ച കിട്ടിയാൽ മാഹി ഗവൺമെന്റ് കോളേജിൽ 10 ന്യൂജൻ കോഴ്സുകൾ കൊണ്ടുവരുമെന്നും യൂണിവേഴ്സിറ്റി സെന്ററിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുമെന്നും 105 കോടിയുടെ നവീകരിച്ച ശുദ്ധജല പദ്ധതി നടപ്പിലാക്കുമെന്നും ദിനേശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് റവന്യൂ ഉണ്ടാക്കുന്ന ഏത് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെയും സ്വാഗതം ചെയ്യുമെന്നും പുതിയ പെട്രോൾ പമ്പുകൾ നൽകുന്നതിനെ എതിർക്കില്ല. ഇതോടൊപ്പം വൻകിട ഹോട്ടലുകളടക്കം ബൈപ്പാസിൽ വരണം. ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാൻ ഇത് സഹായകരമായിരിക്കുമെന്നും ദിനേശൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ ബസ്സുകൾ, ഫ്രീ ബസ്സുകൾ പോണ്ടിച്ചേരിയിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ സ്കൂൾ ബസ് ഫ്രീ ആയി ഓടുന്നു. ഞങ്ങളിവിടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം, അതായത് 2021 ഇലക്ഷന് പോണ്ടിച്ചേരി പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ പ്രവർത്തനം നടന്നപ്പോൾ അതിന്റെ ഭാഗമായി മോദിജി പുതുച്ചേരിയിൽ വന്നപ്പോൾ ഞങ്ങൾ പുതുച്ചേരിയിൽ പോയപ്പോഴാണ് ഈ ഫ്രീ ബസിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് തന്നെ എഡ്യൂക്കേഷൻ ഡയറക്ടറുമായി സംസാരിച്ചു. അത് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭരണം വരുന്നതിന് മുന്നേ നമ്മൾ സംസാരിക്കുകയും അന്ന് ഡയറക്ടർ പറഞ്ഞത്, നിങ്ങൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ പൈസ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അലോക്കേഷൻ ചെയ്യുന്നതിന് തടസ്സമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് മുന്നേ ആരും അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് ആ എഡ്യൂക്കേഷൻ ഫ്രീ ബസ്സൊക്കെ മാഹിയിൽ വരാതിരുന്നത്. ഞങ്ങളത് പോയി ഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയോടെ 4 ബസ് അനുവദിക്കാൻ സാധിച്ചു. അതേപോലെ നഴ്സിംഗ് കോളേജൊക്കെ പുതുച്ചേരിയുടെ എല്ലാ ഭാഗത്തുണ്ട്, മാഹിയിലില്ല. അങ്ങനെ യാനത്തും ഉണ്ടായിരുന്നില്ല. അപ്പൊ യാനത്തും മാഹിയിലും നമ്മുടെ NDA സർക്കാർ കൊണ്ടുവന്നു.